നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ആറ്റിങ്ങലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അഭിമുഖം കേരള കൗമുദിയിൽ വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ അനുഭാവികളെയും പ്രവർത്തകരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതും പുനരാലോചനം ചെയ്യേണ്ടതുമായ ഒരു അഭിമുഖം തന്നെയാണത്. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടന ദൗർബല്യം നിഴലിച്ചു നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പ്രത്യേകിച്ചും ആറ്റിങ്ങലോ തിരുവനന്തപുരത്തോ ഒക്കെ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ അത് അടൂർ പ്രകാശിൻ്റെയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആയിരുന്ന ശശി തരൂരിൻ്റെയുമൊക്കെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനപ്പുറം പാർട്ടി എന്ന രീതിയിൽ സംഘടനാ സംവിധാനങ്ങളെ ചലിപ്പിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലയിലെ നേതൃത്വം പരാജയമായിരുന്നു. മിക്ക ബൂത്തുകളിലും ഏജൻറ്റുമാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശശി തരൂരിനോടും അടൂർ പ്രകാശിനോടുമൊക്കെ ഒരു ആത്മബന്ധം മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരോടൊരു ഇഷ്ടമുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി സംഘടനാ ദൗർബല്യം കൊണ്ട് അത് വോട്ട് പെട്ടിയിലെത്തിക്കുന്നതിൽ പരാജയമായിരുന്നു എന്ന് തന്നെ വിലയിരുത്താം. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ശശി തരൂരോ അടൂർ പ്രകാശോ ഒക്കെ ജയിക്കുന്നത്, അവിടെ കോൺഗ്രസ് ജയിച്ചാൽ ശശി തരൂരും അടൂർ പ്രകാശും ജയിച്ചു എന്ന് പറയാം. അതിനപ്പുറം കോൺഗ്രസ് പാർട്ടി വിജയിച്ചു എന്ന് വിലയിരുത്തുവാൻ പറ്റില്ല. അത്രമേൽ മോശമായിരുന്നു ഈ തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ. പുനഃസംഘടന നടന്നത്, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഒക്കെ നിയമിച്ചത് ഇലക്ഷൻ്റെ സമയത്തായിരുന്നു. അവർക്ക് സംഘടനാ രംഗത്തുള്ള അപരിചിതത്വം, സ്ഥാനം നഷ്ടപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരുടെയൊക്കെ നിസ്സഹകരണം, ഇതൊക്കെ നെല്ലിച്ചു നിന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അടൂർ പ്രകാശോ ശശി തരൂരോ വിജയിച്ചാൽ അവരുടെ വിജയം എന്ന് വിലയിരുത്താം. അതൊരിക്കലും തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ വിലയിരുത്തലല്ല. ശശി തരൂരിനും അടൂർ പ്രകാശിനുമൊക്കെ മത്സരിക്കേണ്ടി വന്നത് ശക്തരായ സ്ഥാനാർത്ഥികളോടായിരുന്നു. പ്രത്യേകിച്ചും BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരോടായിരുന്നു. അവരുടെയൊക്കെ ഇലക്ഷൻ്റെ വലിയ ഫണ്ട് തന്നെ അവിടേക്ക് വഴിഞ്ഞൊഴുകി വന്നു. ഇതിനൊക്കെ പ്രതിരോധിക്കുന്നതിന് അവർ നല്ലതുപോലെ വിഷമിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മുടെ നേതാക്കന്മാരുടെ നിസ്സഹകരണം, ഞാൻ ആറ്റിങ്ങലിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് പറയാം, കോൺഗ്രസിൻ്റെ മിക്ക നേതാക്കന്മാരും മാടമ്പി സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരൊക്കെ ജനങ്ങൾ അവരുടെ വീട്ടിന് മുമ്പിൽ വന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കെഞ്ചി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അടൂർ പ്രകാശൊക്കെ ജനകീയത കൊണ്ട് ജനങ്ങൾക്ക് എപ്പോഴും ഏത് നിമിഷവും പ്രാപ്യരായ ആൾക്കാരാണ്. എപ്പോൾ വേണോ വിളിക്കാം. എന്ത് നമ്മുടെ കുട്ടികൾക്ക് അസുഖമാണല്ലോ, അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ അസുഖമാണെങ്കിൽ വിളിക്കാം. വിദേശത്ത് നമ്മുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അദ്ദേഹം അത് ഫോൺ അറ്റൻഡ് ചെയ്ത് അതിന് ഉടനെ പരിഹാരം കണ്ടെത്തും. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് സംസാരിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വളരെ മാടമ്പി സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ രാവിലെ പോയി ഉച്ചവരെ നിന്ന് ദർശനം കിട്ടിയാൽ നന്നായി എന്ന് കരുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അപചയം കൊണ്ടാണ് പ്രത്യേകിച്ച് ആറ്റിങ്ങലിലൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ പിറകോട്ട് പോകേണ്ടി വന്നത്. ഒരു പരിധിവരെ അത് അടൂർ പ്രകാശിൻ്റെ ജനകീയത കൊണ്ട് പരിഹരിക്കാനായി. എനിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലേക്ക് 3-ാം സ്ഥാനത്താണ്. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ 3-ാം സ്ഥാനത്താകുന്ന സമയം അനധിവിദൂരമല്ല. മാടമ്പി സ്വഭാവമൊക്കെ മാറ്റിവെച്ച്, കാരണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ, ജനങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ആൾക്കാരെ, ജനങ്ങൾക്ക് പെട്ടെന്ന് ബന്ധപ്പെടുവാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ ജനങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലാതെ അലക്കി തേച്ച കതറും ഷർട്ടുമൊക്കെ ഇട്ട് താൻ വലിയ നേതാവാണെന്ന രീതിയിൽ ഇങ്ങനെ നടന്നാൽ പാർട്ടി രക്ഷപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടൂർ പ്രകാശും ശശി തരൂരും വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ഒരിക്കലും പാർട്ടിയുടെ വിജയമല്ല, മറിച്ച് ശശി തരൂരിൻ്റെയും അടൂർ പ്രകാശിൻ്റെ വിജയമാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.